താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ്. ഇന്ന് അല്പം താമസിച്ചാണ് ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഈ കൊറോണ കാലത്തെ ഒരു ഹാർഡ് ടാസ്കിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഗ്രോസറി ഷോപ്പിങ്ങിന് പോയതാണ്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ട്രൂ വർഷിപ്പ്. നമ്മൾ ആ വാക്യത്തിൽ വളരെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അറിയാം, യേശു കർത്താവ് വർഷിപ്പിനേക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വർഷിപ്പേഴ്സിനാണ്. ആരാധനയേക്കാൾ പ്രാധാന്യം ആരാധകർക്കാണ്. നമ്മുടെ നാട്ടിൽ എന്നാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്നാണ് ചികിത്സയേക്കാൾ പ്രാധാന്യം രോഗികൾക്കുണ്ടാകുന്നത്? നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ രോഗികളെല്ലാം കേവലം നമ്പറുകളാണ്. ഡോക്ടർ 48-ാം നമ്പർ ബെഡിൽ കിടക്കുന്ന പേഷ്യന്റിന് തീരെ വയ്യ, അറിഞ്ഞോ 18-ാം നമ്പർ ബെഡിലെ ആള് മരിച്ചുപോയി. ഇങ്ങനെയെല്ലാം നമ്പറുകളാണ്. ജയിലിൽ നമ്പരാണ്. പേരിനേക്കാൾ പ്രസക്തി നമ്പറിനാണ്. കോടതി വ്യവഹാരങ്ങളിൽ എല്ലാം നമ്പറുകളാണ്. ആധുനിക ലോകത്തിലും പേരിനേക്കാൾ പ്രാധാന്യം നമ്പറിനാണ്. അമേരിക്കയിലാണ് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ഇന്ത്യയിലാണെങ്കിൽ ആധാർ നമ്പർ. അപ്പൊ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. ഷോ മസ്റ്റ് ഗോ ഓൺ. ഓൾ ഗോൺ വിത്ത് ദ വിൻഡ്, ബട്ട് ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അത് നമ്മൾ ഈ ഷോ നടക്കണം എന്നുള്ളതാണ്. യേശുക്രിസ്തു ജൂവിഷ് റിലീജിയസ് സിസ്റ്റത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ പറയുകയാണ്, ദൈവാലയ നിർമ്മിതിക്കിടയിൽ തന്നെ അനേകർ അപകടത്തിൽപ്പെട്ട് മരിച്ചു. ആരും ഗവനിക്കുന്നില്ല. പള്ളി പണിയുമ്പോൾ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു. പള്ളി പെരുന്നാൾ വരുമ്പോൾ എല്ലാവരും അത് മറക്കും. പക്ഷേ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഈസ് ടോട്ടലി ഡിഫറൻറ്റ്. കാശിന് 2 കുരികിലിനെ വിൽക്കുന്നു. 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നു. നിങ്ങൾ മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യേശു കർത്താവ് പറയണം, കാശിന് 2 കുരികിലിനെ വിൽക്കുന്നു. അതാണ് മാർക്കറ്റ് വില. അപ്പോൾ അടുത്ത ദിവസം പറയാം, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നു. അത് 2 കാശിന് മേടിക്കുമ്പോൾ ഒരെണ്ണം എക്സ്ട്രാ കിട്ടുന്ന ബോണസ് അല്ലെങ്കിൽ ഫ്രീ. ബൈ 2 get 1 ഫ്രീ, ബൈ 4 get 1 ഫ്രീ ആണ്. ഇപ്പോൾ ഓഫറിന് കിട്ടുന്ന, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കുരികിലാണ്. ഇപ്പൊ 2 കാശിന് 4 കുരികില് മതി, 5 എണ്ണം. 2-ന് 5 കിട്ടി. എന്നിട്ട് യേശു പറയാണ്, അവയിലൊന്ന് താഴെ പോകുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ല. അവയിലൊന്ന് താഴെ പോകുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ല.
ലോകം ചിന്തിക്കുന്നത് പോലെ അല്ല പ്രിയപ്പെട്ടവരെ ദൈവം ചിന്തിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തെ നമുക്ക് കാണിച്ചു തരുവാനാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ലോകത്തിന്റെ ചിന്ത ബിസിനസ്സിലെ ലാഭം ഏറെക്കുറെ എന്നുള്ളത്. അതുകൊണ്ടാണ് 100 ആടുള്ള ഇടയൻ വൈകുന്നേരമാകുമ്പോൾ റിസ്ക്കാണ്, സന്ധ്യയായി രാത്രിയാകുകയാണ്. കാട്ടിൽ വന്യജീവികൾ സ്വൈര്യവിഹാരം ആരംഭിക്കും. ചെന്നായും ഹയനായും പുള്ളിപ്പുലിയും സിംഹവും ഇറങ്ങും, ഇഴജാതികൾ ഇറങ്ങും. അപകടമാണ്. 99 ആടും ആലയുടെ സുരക്ഷിതത്വവും തീക്കുണ്ടത്തിന്റെ ചൂടും നല്ല ഭക്ഷണവും വിശ്രമിക്കാനൊരു പായും ഒരിടയനെ പിടിച്ചു നിർത്താൻ അതിൽ കൂടുതൽ എന്ത് വേണം? അപ്പൊ ആലയുടെ സുരക്ഷിതത്വവും ആ തീക്കുണ്ടത്തിന്റെ ചൂടും തന്റെ കാലിന് കിട്ടുമായിരിക്കുന്ന വിശ്രമവും, പകൽ മുഴുവൻ ആടിനെ മേച്ച് നടന്ന ഇപ്പൊ നല്ലപോലെ വിശ്രമിക്കേണ്ട സമയമാണ്. ആ വിശ്രമവും അല്പ സൂപ്പും ഒക്കെ മുത്തിക്കുടിച്ച് അവിടെ കിടന്നുറങ്ങുന്ന എന്തൊരു സുഖമാണ്. പക്ഷെ യേശു പറയാണ്, ആ 99 വിട്ടിട്ട്, ആ സുഖോഷ്മളത വിട്ടിട്ട്, ആ പിതൃസന്നിധി വിട്ടിട്ട്, ആ ദൈവദൂതന്മാരുടെ ആരാധന സ്തുതിപ്പുകൾ വിട്ടിട്ട്, സ്വർഗത്തിന്റെ മഹത്വം മഹിമ വിട്ടിട്ട്, പിതാവിനോടുള്ള സമത്വം വിട്ടിട്ട്, ഈ കാണാതെ പോയതിനെ തേടി കണ്ടെത്തി രക്ഷിക്കേണ്ടതിന് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു. സ്വർഗ മഹോന്നതങ്ങളിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി വന്ന കർത്താവ് ഈശോ മിശിഹ തന്റെ അടുക്കൽ വരുന്നവരെ അനുഗ്രഹിക്കുവാൻ അൾത്താരയിൽ ഇരിക്കുമെന്ന മൂഢതയാണ് മതങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത്. എന്നാൽ അങ്ങനെ ഒരു അൾത്താരയ്ക്കകത്ത് കർത്താവ് ഇരിക്കത്തില്ല. സ്വർഗം വിട്ട് ഈ ഭൂമി വരെ വരാവുന്ന കർത്താവിന് തൊട്ടടുത്ത കള്ളുഷാപ്പ് വരെയോ, അതിനപ്പുറത്തെ വേശ്യാതെരുവ് വരെയോ, അതിനപ്പുറത്തെ ഡിസ്കോത്തെ വരെയോ, അതിനപ്പുറത്തെ നൈറ്റ് ക്ലബ്ബ് വരെയോ, അതിനപ്പുറത്തെ ചീട്ടുകളി ക്ലബ്ബ് വരെയോ ഒക്കെ പോകാൻ ഒരു പ്രയാസവുമില്ല. കാട്ടിലൂടെ ഇരുട്ടിനെ വകവെക്കാതെ, അപകടങ്ങളെ വകവെക്കാതെ, ക്രൂരമൃഗങ്ങളെ വകവെക്കാതെ, ഇഴജാതികളെ വകവെക്കാതെ കാണാതെ പോയ ആടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ. ബിക്കോസ് ഹി സീക്സ് ട്രൂ വർഷിപ്പേഴ്സ്. അവൻ അന്വേഷിക്കുന്നത് ആരാധകരെയാണ്, ആരാധനയല്ല. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇങ്ങനെയുള്ളവരെയാണ് പിതാവ് ആഗ്രഹിക്കുന്നത്, അന്വേഷിക്കുന്നത്. ട്രൂ വർഷിപ്പ് അല്ല, ട്രൂ വർഷിപ്പർ. നിങ്ങൾ മനസ്സിൽ അത് ഉറപ്പിക്കണം. പിതാവിന് വേണ്ടത് ആരാധനയല്ല, ആരാധകരെയാണ്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ ട്രൂ വർഷിപ്പ് എന്താണ്? സത്യനമസ്കാരം, ട്രൂ വർഷിപ്പ്. ഇതിനെ ഒത്തിരി തെറ്റിദ്ധരിച്ചു. ജാതീയമായ ആരാധന. ജാതീയമായ ആരാധന എങ്ങനെയാണ്? ദൈവം യജമാനനാണ്, ദൈവം ന്യായാധിപനാണ്, ദൈവം ശിക്ഷ വിധിക്കാൻ ഇരിക്കുന്ന അധികാരിയാണ്, ദൈവം നിഗ്രഹാനുഗ്രഹങ്ങളുടെ അധീശനാണ്. ഒരുപക്ഷെ ഇടത്ത് കൈയിൽ അനുഗ്രഹവും വലത് കൈയിൽ നിഗ്രഹവും, ഏത് കൈ ഉയരും എന്നറിയാതെ വേഭതുവോടെ നിൽക്കുന്ന ആരാധകന്റെ ചിത്രമാണ് ലോകമതങ്ങൾ നമുക്ക് വരച്ചു കാണിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ആരാധനയല്ല ദൈവം ഇച്ഛിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആരാധന ദൈവത്തിന് ആവശ്യമില്ല. ഇവിടെ എന്ത് ആരാധനയാണ് ദൈവം ഇച്ഛിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആൻഡ് ഹി ബ്ലസ്ഡ് ദം. അതിനുശേഷം
ദൈവം അവരെ അനുഗ്രഹിച്ചു. ഗോഡ് ബ്ലസ്ഡ് ദം. അത് നമ്മൾ കാണുന്നത് വേ ബരേക്ക്. ബറേക്ക് ബറാഖ് എന്ന എബ്രായ വാക്ക്. ബറാഖ് ബറാഖ് എന്ന വാക്ക് നമുക്കെല്ലാം പരിചയമാണ്. ഇനി പരിചയമില്ലാത്തവരെ കൂടെ ആ വാക്ക് പരിചയപ്പെടുത്തുവാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ വന്നത്. പിന്നെ ലോകത്ത് വളരെ പോപ്പുലർ ആ പേര്. ബറാഖ് എന്ന വാക്കിന്റെ അർത്ഥം വർഷിപ്പ് എന്നാണ്, ആരാധന. ഈ ബറാഖ് എന്ന് പറഞ്ഞാൽ ഹീബ്രുവിലെ അതിന്റെ യഥാർത്ഥ അർത്ഥം ടു നീൽ ഡൗൺ എന്നാണ്. മുട്ടുകുത്തുക, വണങ്ങുക, മുഴങ്കാൽ മടക്കുക. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വരുന്ന പിതാവ് ആ കുഞ്ഞിന്റെ തൊട്ടിയുടെ അടുക്കൽ മുട്ടുകുത്തി നിൽക്കും. എന്നിട്ട് കുഞ്ഞിനെ കൈകളിലെടുത്ത് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കും. ബറാഖ്, മുട്ടുകുത്തി. ആദത്തിന്റെയും ഹൗവയുടെയും മുമ്പിൽ ദൈവം മുട്ടുകുത്തി. അത് വർഷിപ്പ് എന്ന വാക്കിനേക്കാൾ അവിടെ യോജിക്കുന്ന വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അഡോറേഷൻ എന്നതാണ്. അഡോറേഷൻ. എന്താ ഈ അഡോറേഷൻ? അതിന് മലയാളത്തിൽ തത്തുല്യമായ പദമില്ല. പദം കാണും, നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അറിയത്തില്ല. അപ്പം അഡോറേഷൻ എന്നാൽ ആരാധന കലർന്ന ഒരു സ്നേഹവായ്പാണ്. അഡോറേഷനാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അഡോറേഷനുള്ള ഫാമിലി ലൈഫ് വളരെ സന്തുഷ്ടമായിരിക്കും, സന്തോഷകരമായിരിക്കും, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഭർത്താവിനോട് ഭാര്യയ്ക്കൊരു ആരാധന, ഭർത്താവിൻ്റെ കഴിവുകളിൽ, ആ പോപ്പുലാരിറ്റിയിൽ അല്ലെങ്കിൽ സ്കിൽസിൽ ഒക്കെയുള്ളൊരു ആരാധന. ചിലടത്ത് ഭർത്താവിന് ഒരു വിലയില്ല. അഡോറേഷൻ പോയിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. വീട്ടിലെ പട്ടിക്കാണ് പല വീടുകളിലും അഡോറേഷൻ കിട്ടുന്നത്. ഞാൻ ഒത്തിരി വീടുകളിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പം പട്ടിക്ക് കിട്ടുന്ന അഡോറേഷൻ പോലും ഹസ്ബൻഡിന് കിട്ടുന്നില്ല. ഹസ്ബൻഡ് തന്നെയല്ല, ഭാര്യയ്ക്കും അഡോറേഷനൊക്കെ ആകും, ഭർത്താക്കന്മാർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും അഡോറേഷൻ. അപ്പം ഈ അഡോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മ്യൂച്വൽ അഡോറേഷനിലാണ്. അതുകൊണ്ട് ഫാമിലി ലൈഫ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള മാർഗം പൗലൂസ്ലിയ പറയുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ അഡോറേഷനാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവീൻ. എങ്ങനെ സ്നേഹിക്കുവീൻ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവീൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചപ്പോൾ എന്തു പറ്റി? നമ്മുടെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ സ്റ്റൈലിൽ പറഞ്ഞാൽ 8ന്റെ പണി കിട്ടി. ഭാര്യമാരെ സ്നേഹിക്കുമ്പോൾ മുറിവുകളുണ്ടാവും. നിന്റെ കൈകളിൽ കാണുന്ന ഈ മുറിവുകൾ എന്താണ്? സക്രിയ പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ കൈകളിൽ കാണുന്ന ഈ മുറിവുകൾ എന്താണ്? അപ്പൊ മറുപടി എന്താണ്? ഞാൻ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അടി കൊണ്ടതാകുന്നു. ഭാര്യമാരെ സ്നേഹിക്കുമ്പോൾ ഏക്കുന്ന മുറിവുകൾ ഭർത്താക്കന്മാർക്ക് കിരീടമാണ്. ആ മുറിവുകൾ ഉയർപ്പാണ്. അതാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പൗലോസ്ലിയ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഇടപാടല്ല എന്നുള്ളതാണ്. അത് ഭർത്താക്കന്മാരെല്ലാം മനസ്സിലാക്കുക. ഭാര്യമാരോട് പറയാണ്, കർത്താവിൽ ഉചിതമാകും വണ്ണം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവീൻ എന്ന് പറഞ്ഞാൽ കർത്താവ് പിതാവിന് പുത്രൻ കീഴടങ്ങിയിരിക്കുന്നത് പോലെ പുത്രന് പിതാവിന് തുല്യ നിത്യതയും തുല്യ ദൈവത്വവും തുല്യ പദവിയുമുണ്ട്. എങ്കിലും പിതാവിന് കീഴടങ്ങി പുത്രൻ ഇരിക്കുന്നത് പോലെ നീ വലിയ ആളൊക്കെ ആയിരിക്കും, പക്ഷേ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. മ്യൂച്വൽ അഡോറേഷനാണ്.
ഇപ്പൊ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഏറ്റവും ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കാണുന്നത് ട്രിനിറ്റിയിലാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തമ്മിലുള്ള ബന്ധം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തമ്മിലുള്ള ബന്ധം മ്യൂച്വൽ അഡോറേഷനാണ്. പിതാവിനെ പറ്റി പറയാൻ പുത്രന് 100 നാവാണ്. പിതാവിനെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പുത്രൻ നിർത്തത്തില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രേമത്തിൽ വീണിട്ടുള്ളവർക്കറിയാം, പ്രണയബന്ധത്തിലൊക്കെ വീണിട്ടുള്ളവർക്കറിയാം. നമ്മൾ വേറെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രസിഡന്റ് ട്രംപ് മലേറിയയുടെ മരുന്ന് ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇയാൾ സംഗതി വളച്ചു തിരിച്ച് അവൻ്റെ കാമുകിയുടെ വിശേഷത്തിലേക്ക് കൊണ്ടുപോകും. അതിന് എങ്ങനെയാണല്ലോ, അയ്യോ അവളുടെ അമ്മായിമ്മയ്ക്ക് അല്ലെ അവളുടെ അമ്മായിക്ക് പണ്ടെങ്ങാണ്ട് ഇങ്ങനെ മലേറിയ വന്നെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ടുപോകും. കാരണം ഈ പ്രണയബന്ധത്തിലുള്ള ആൾക്ക് എപ്പോഴും ആ പ്രണയിനിയെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഈ അഡോറേഷൻ. അപ്പം ഇതാണ് കർത്താവുമായിട്ടുള്ള ഈ മതതീവ്രവാദികൾ പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. യഥാർത്ഥ ബന്ധം, ഔട്ട് ഓഫ് ട്രൂ റിലേഷൻഷിപ്പ്. അപ്പോൾ യേശു കർത്താവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് ചില ആളുകൾ. ജീസസ് ക്രൈസ്റ്റുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, അങ്ങനത്തെ ക്ലെയിംസ് ഉണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവുമായി ഒരാൾക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കർത്താവ് അയാളോട് സംസാരിക്കും. ആദ്യത്തെ 5 മിനിറ്റിനകം കർത്താവ് പിതാവിനെ കുറിച്ച് സംസാരിക്കും. ആൻഡ് ഹീ വിൽ ഷുവർലി ബിക്കം എ ട്രിനിറ്റേറിയൻ. അപ്പൊ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ 5 മിനിറ്റിനകം യേശു കർത്താവ് തൻ്റെ പിതാവിനെ ആ ആൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. തൻ്റെ പിതാവും താനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കും. തൻ്റെ പിതാവും താനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിച്ചിട്ട് യേശു പറയും, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയണമെങ്കിൽ ഇങ്ങനെ നിനക്കറിയാൻ പറ്റത്തില്ല, അതിന് മറ്റൊരാൾ ഞങ്ങളുടെ കൂടെയുണ്ട്, മറ്റൊരു സഹായകൻ, കൗൺസിലർ, ഹോളി സ്പിരിറ്റ്. ആ ഹോളി സ്പിരിറ്റ് വന്നെങ്കിലേ നിനക്കിതെല്ലാം മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങിയാൽ വിതിൻ 5 മിനിറ്റ് യേശു കർത്താവ് ട്രിനിറ്റിയെ കുറിച്ച് സംസാരിച്ചിരിക്കും. ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. ഇപ്പൊ സകല യേശുനാമക്കാരും മനസ്സിലാക്കണം, അല്ലെങ്കിൽ യേശുനാമക്കാരുമായിട്ട് മുട്ടിക്കൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കണം, അവർ ഫോളോ ചെയ്യുന്നത് യഥാർത്ഥ യേശുവിനെ അല്ല. They follow another Jesus. പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനുണ്ട്, മോണോജിനീസ്. മോണോജിനീസ് തിയോസ് എന്നാണ് യോഹന്നാൻ എഴുതി. അത് വേറൊരു വിഷയം, അത് മറ്റൊരു ദിവസം എക്സ്പ്ലെയിൻ ചെയ്യാം. മോണോജിനസ് തിയോസ്, മോണോജിനസ് ഹുയോസ് അല്ല. അപ്പൊ ഈ യേശുക്രിസ്തുവുമായിട്ടുണ്ട്, ഞങ്ങൾ യേശുനാമക്കാരാണ്, യേശുവുമായിട്ട് ബന്ധമാണ്. യേശുവുമായിട്ട് ബന്ധമുണ്ട്, ഈ 2 കാര്യം സംഭവിക്കും. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ പരിചയപ്പെട്ട് സംസാരിച്ചാൽ, പരിചയപ്പെടാൻ വലിയ താല്പര്യമുള്ള ആളുമാണ് കർത്താവ്. കാരണം ആരോടെ ഇപ്പൊ പിതാവിനെ പറ്റി ഒന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇരിക്കുന്നു. യേശുവിനോട് സംസാരിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ യേശു പറയും, പിതാവിനെ കുറിച്ച് പറയും. പിതാവിനെ കുറിച്ച് പറഞ്ഞ് 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 കുറച്ച് കഴിയുമ്പം നമ്മളോട് പറയും, ഇത് ഇപ്പൊ നീ കേട്ടിട്ടല്ലേ ഉള്ളൂ ഈ റിലേഷൻഷിപ്പ്, ബട്ട് ദർ ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, യു ക്യാൻ എക്സ്പീരിയൻസ് ദിസ് റിലേഷൻഷിപ്പ്. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ്, ഞാനും പിതാവും വന്ന് അവനോടുകൂടെ വസിക്കും. ട്രിനിറ്റിയാണ്. ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അഡോറേഷനാണ്. പിതാവ് പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കണ്ടോ, സ്നാന സമയത്ത് പറയുന്നു, യഹൂദന്മാർ അവനെ എതിർക്കുമ്പോൾ വഴിയിൽ വെച്ച് പറയുന്നു, തൻ്റെ ക്രൂശാരോഹണത്തിന് മുമ്പ് മൗണ്ടൻ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, മറുരൂപമലയുടെ വെച്ച് പറയുന്നു, എപ്പോഴൊരു ചാൻസ് കിട്ടിയാലും പിതാവിന് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഈസ് മൈ ബിലവഡ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഐ ആം വെൽ പ്ലീസ്ഡ് വിത്ത് മൈ സൺ, ഈസ് മൈ ബിലവഡ്.
പരിശുദ്ധ റൂഹ വന്നാലും ഈ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചുമാണ്. രാജകീയ റൂഹയാകുന്നു, വീരനാകുന്ന റൂഹയാകുന്നു, പരാക്രമിയായ റൂഹയാകുന്നു, പരിശുദ്ധനായ റൂഹയാകുന്നു. പെന്തക്കോസ്ത് പെരുന്നാളിന്റെ മുട്ടുകുത്തലിന്റെ ശുശ്രൂഷയ്ക്ക് വായിക്കുന്ന പ്രുമിയോൻ സത്രായിൽ ഇങ്ങനെയാ പറയുന്നത്. എന്നിട്ട് പറയാണ്, അവൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിൽ നിന്ന് എടുക്കപ്പെടുന്നവനുമാകുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിൽ നിന്ന് എടുക്കപ്പെടുന്നവനുമാകുന്നു. അല്ല, പിതാവിൽ നിന്നാണ് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നത്. എന്നാൽ പുത്രൻ പറയുകയാണ്, എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യുന്ന രാജകീയ റൂഹ, പരാക്രമിയായ റൂഹ, പരിശുദ്ധനായ റൂഹ, പള്ളികളെയും തേറാകളെയും വിശുദ്ധീകരിക്കുന്ന ആ റൂഹ നമുക്ക് ഈ ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പിന്റെ സ്വീറ്റ്നെസ് ആൻഡ് സീക്രട്ട് മനസ്സിലാക്കി തരിക, അതിന്റെ രഹസ്യവും മാധുര്യവും മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ടാണ് ട്രൂ വർഷിപ്പറെ കുറിച്ച് യേശു പറയുന്നത്. അപ്പൊ നമ്മൾ ആ സൃഷ്ടി കാണുകയാണ്, ആദാമിന്റെ മുഖത്തേക്ക് ദൈവം നോക്കുക. അപ്പൊ ഈ അഡോറേഷൻ ഉണ്ട്. ദൈവം ആദാമിനെ അഡോർ ചെയ്യും, അങ്ങനെ എഴുതിയിരിക്കുന്നത് അഡോറേഷൻ. പിതാവ് പുത്രനെ അഡോർ ചെയ്യുന്നുണ്ട്, പുത്രൻ പിതാവിനെ അഡോർ ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ അഡോറേഷനാണ്. അപ്പൊ ദൈവത്തിൽ ഒന്നിനും കുറവില്ല. ദൈവത്തിൽ എന്തെങ്കിലും ദൈവത്തിന് കുറവുണ്ടെങ്കിൽ ദൈവം ദൈവമല്ല, ഹി ഈസ് നോ ലോങ്ങർ ഗോഡ്. ദൈവം സെൽഫ് സഫിഷ്യന്റ് ആണ്. നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ വഴിയിലൂടെ സ്നേഹം അന്വേഷിച്ച് പോകത്തില്ല. വീട്ടിലാളുകൾ ബിസി ആകുന്നതുകൊണ്ടാണ് ആളുകൾ ചതിക്കുഴി. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ഒരു പെങ്കൊച്ച്, പെങ്കൊച്ചിന്റെ പേര് മറന്നുപോയി, കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടാണല്ലോ, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പൊ പെങ്കൊച്ചിനെ സോഷ്യൽ മീഡിയയിൽ ഒരുത്തൻ കണ്ടു, വിളിച്ചു, ആ കൂടെ പോയി, അവൻ തല്ലിക്കൊന്നും അതിലടി വെച്ചു. നല്ലൊരു പെണ്ണ്, ഫോട്ടോ ഒക്കെ ഉണ്ട് പത്രത്തിൽ. ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരുത്തൻ വിളിക്കുമ്പോൾ ഇവള് പോകുന്ന എന്തുകൊണ്ടാണ്? ഇവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഐ ലവ് യു, ഹൗ ബ്യൂട്ടിഫുൾ യു ആർ എന്നൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് പിള്ളേരോടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ പറയാം. നിങ്ങളെല്ലാ ദിവസവും പിള്ളേരെ കാണുമ്പോൾ ഐ ലവ് യു, ഹൗ ബ്യൂട്ടിഫുൾ യു ആർ എന്നൊക്കെ എന്ന് പറ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരുത്തൻ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അവൾ പറയുമോ, അത് ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളത്, എൻ്റെ പപ്പായും മമ്മി എന്നും പറയും. പക്ഷെ ഈ കൊച്ചു ജീവിതത്തിൽ കേട്ടിട്ടില്ല. അതാണ് ഈ പ്രശ്നം വരുന്നത്. ഐ ലവ് യു. ദൈവത്തിന് അങ്ങനെ ഒരു കുറവൊന്നുമില്ല. ഞാൻ ദൈവത്തിന്റെ കാര്യം പറയുന്നത്. ദൈവത്തിന് ഇങ്ങനെ ആരാധന തപ്പി നടക്കേണ്ട ഒരു കുറവൊന്നുമില്ല ദൈവത്തിന്. കാരണം പിതാവ് പുത്രന്റെ സ്നേഹവായ്പിൽ നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്. നോ മോർ പ്രൈസസ്, നോ മോർ വർഷിപ്പ്, നോ മോർ അഡോറേഷൻ. ഒന്നും പിതാവിന് ആവശ്യമില്ല. കാരണം പുത്രൻ അതുപോലെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. പിതാവ് പുത്രനെ അതുപോലെ സ്നേഹിക്കുകയാണ്. പുത്രനിൽ നിന്ന് പിതാവിലേക്ക് സ്നേഹപ്രവാഹമായി പരിശുദ്ധ റൂഹ പായുക. പിതാവിനോട് പുത്രനുള്ള അനുസരണവും വിധേയത്വവും പിതാവിനെ എന്താക്കുകയാണ്? വീണ്ടും സന്തോഷചിത്തനാക്കുകയാണോ? പ്രമോദം എറ്റേണലാണ്, നിത്യപ്രമോദമാണ്, നിത്യാനന്ദമാണ്. ഇറ്റേണലി ഡിലൈറ്റ്സ് ഇൻ ദ സൺ ആൻഡ് സൺ ഡിലൈറ്റ്സ് ഇൻ ദ ഫാദർ. ഹോളി സ്പിരിറ്റ് ഡിലൈറ്റ്സ് ഇൻ ദ ഫാദർ ആൻഡ് സൺ. അപ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നു, പിതാവ് സന്തോഷിക്കുന്നു, പുത്രൻ സന്തോഷിക്കുന്നു. ആ ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പിൽ എന്തുണ്ട്? പെർഫെക്റ്റ് ജോയ്, പെർഫെക്റ്റ് പീസ് ആൻഡ് പെർഫെക്റ്റ് ലവ്. തികഞ്ഞ സ്നേഹം, പരമമായ ഐക്യം, അനന്തമായ ആനന്ദം, നിത്യമായി പിതൃസുത പരിശുദ്ധാത്മാവായി ത്രിയേക ദൈവം നിലനിൽക്കുന്നു. ഇതാണ് സത്യദൈവം. ആ ദൈവത്തിൽ നിന്നുള്ള ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സ്ഫുരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, പിതാവ് അന്വേഷിക്കുന്നത് അമ്മാ പലതും തരണേ, കൊഞ്ചം കൊടയ്യാ എന്ന് പറയുന്ന ആ ഒരു ആരാധനക്കാരെ അല്ല. പിതാവ് നോക്കുന്നത് സത്യ ആരാധകരെ.
കാപട്യമൊക്കെ വെടിഞ്ഞ് ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരിക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കും. 1:12 യോഹന്നാന്റെ സുവിശേഷം. വലിയ വിഷയമാണ്. ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുന്ന ആളുകളൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്നു, അയ്യോ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അങ്ങനെ ഒരു വാക്യമുണ്ട്, പക്ഷെ ആ വാക്യം എന്താ, നീ തെറ്റിപ്പോയി, നിനക്ക് മനസ്സിലായില്ല, ഇപ്പൊ എന്റെ കുറ്റമല്ലല്ലോ, എന്താ ഉദ്ദേശിച്ചെന്ന്. യേശു നമ്മളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഹോപ്പ് ഓഫ് ഗ്ലോറി, ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഡ്വെൽസ് ഇൻ യു. That's the secret, that's gospel, that's the mystery. അപ്പൊ ഇതാണ് വലിയ സംശയം. ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളതിനേക്കാൾ നാം ക്രിസ്തുവിൽ വസിക്കുന്നു, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന് പറയുന്ന ആ ബൈബിളിൽ തന്നെയാണ് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നു, നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നു. അതാണ് ഏറ്റവും പരമപ്രധാനം. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. ഏഥൻസിലെ പ്രസംഗത്തിൽ പൗലോസ് പറയാണ്, അപ്പോസ്തല പ്രവൃത്തി 17 അധ്യായം 28 വാക്യം, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. We live in him, we walk in him, we sit in him, we rest in him. അങ്ങനെയല്ലോ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ പറഞ്ഞിരിക്കുന്നത്. ഓൾ ഹ്യൂമാനിറ്റി, മുഴുവൻ മനുഷ്യവർഗവും ക്രിസ്തുവിലാണ്. അപ്പൊ നമ്മൾ ക്രിസ്തുവിലാണ്. അടുത്തതാണ് ക്രിസ്തു നമ്മിലാണ്. നമ്മൾ ക്രിസ്തുവിലാണ്, ക്രിസ്തു നമ്മിലാണ്. ഇതാണ് കോൺഷ്യസ് അവയർനെസ്, അല്ലെ ഗ്രോത്തിലേക്ക് പോകണം. എങ്ങനെയാണത്? കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരാൾ ഈ സംശയം ചോദിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ഉദാഹരണം കിട്ടി ഇയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഞാനിവിടെ ഈ ലൈവിൽ പറയുന്ന കാര്യമൊന്നും ഇവിടെ എഴുതി ഉണ്ടാക്കുന്നതല്ല. നിങ്ങളൊക്കെ എന്നെ വിളിച്ച് ഓരോരുത്തർ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയും. പിന്നെ അതൊക്കെ നമ്മൾ ലൈവിൽ അങ്ങ് പറയുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇയാൾ ഈ പോയിന്റാണ് ചോദിച്ച്. ഇവിടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കുഞ്ഞുണ്ടാകുന്നു, ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു. ഈ ഉണ്ടാകുന്ന കുഞ്ഞ് അമ്മയുടെ കരങ്ങളിലാണ്. അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്നു. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് അമ്മ നോക്കുന്നു. ഇപ്പം നിങ്ങളത് ഭാവനയെ കാണുക. ആ കുഞ്ഞ് അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്നു. ഇപ്പം കുഞ്ഞമ്മയിലാണ്, അമ്മയുടെ കരങ്ങളിലാണ്. കംപ്ലീറ്റ് ആയിട്ട് ആ കുഞ്ഞിനെ വഹിച്ചിരിക്കുകയാണ് അമ്മ. അമ്മയുടെ ഉള്ളിലാണ് കുഞ്ഞ്. പറഞ്ഞറിയിക്കാനാകാത്ത ഒരു സുരക്ഷിതത്വവും ഒരു സുഖവും ഒരു സന്തോഷവും ഒരു സാന്ത്വനവും ഒരു സമാധാനവും ഒക്കെ കുഞ്ഞിനുണ്ട്. പക്ഷെ കുഞ്ഞിന് അമ്മയെ ശരിക്കും അറിയത്തില്ല. ആ കുഞ്ഞ് കുറച്ച് വളരുമ്പോഴാണ് കുഞ്ഞിന് മനസ്സിലാകുന്നത് അമ്മ താണ് അമ്മ. അമ്മ കൊച്ചു പറയും അമ്മ. അമ്മയെന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആ റിലേഷൻഷിപ്പ് കുഞ്ഞിന്റെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ കുഞ്ഞിന്റെ അകത്തമ്മ കയറും. പിന്നെ കുഞ്ഞിന്റെ ചിന്തയും കുഞ്ഞിന്റെ ലോകവും കുഞ്ഞിന്റെ സന്തോഷവും കുഞ്ഞിന്റെ ആനന്ദവും കുഞ്ഞിന്റെ പ്രത്യാശയും എല്ലാം അമ്മയാണ് അവന്റെ ലോകം. ഈ ഒരു റിലേഷൻഷിപ്പാണ് ദൈവവുമായിട്ട് നമുക്കുള്ളത്. വീണ്ടും ജനിച്ചു എപ്പോഴാണ്? ഡ്രം അടിക്കുമ്പോഴൊന്നുമല്ല. സകല മനുഷ്യരും ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. മുഴുവൻ മനുഷ്യവർഗത്തെയും കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? വളരുമ്പോൾ കുട്ടന്റെ അമ്മ കണ്ടോ? അമ്മയെ കണ്ടോ? അമ്മ അമ്മ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അതാണ് സുവിശേഷ പ്രവർത്തനം. ഒരു കുഞ്ഞിനെ അമ്മ ഉണ്ടോ?
അമ്മ ഈസ് ദ സോഴ്സ് ഓഫ് ദ ബേബി. അപ്പൊ ആ ബേബിയുടെ ഉറവിടമാണ് ഈ അമ്മ. അപ്പൊ നമ്മുടെ ഉറവിടമാണ് ദൈവം. അപ്പൊ ഉറവിടമായ ആ ദൈവത്തെ നമ്മുടെ മറവിടമായി തിരിച്ചറിയുന്നു. നമ്മളെ മറയ്ക്കുന്നത്, നമ്മെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ കുഞ്ഞമ്മയിലാണ്. പക്ഷെ അമ്മ കുഞ്ഞിൽ വരാൻ എന്ത് ചെയ്യണം? അല്പസമയമെടുക്കും. അതാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അല്ലെങ്കിൽ ദൈവമക്കളല്ലേ? ഈ കുഞ്ഞ് അമ്മയെ എന്ന് വിളിക്കുമ്പോൾ ആണോ ആ അമ്മയുടെ കുഞ്ഞാകുന്നത്? അമ്മേ എന്ന് വിളിക്കുന്നതിന് മുമ്പേ ആ കുഞ്ഞ് അമ്മയുടെ കുഞ്ഞാണ്. ഈ കുഞ്ഞ് അമ്മേ എന്ന് വിളിക്കുമ്പോഴാണോ ആ അമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ടാകുന്നത്? അതിനു മുമ്പ് അമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ട്. അതാണ് ഇറ്റേണൽ ലവ്. നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഇറ്റേണൽ ലവ് കൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. ആ ഇറ്റേണൽ ലവിനോടുള്ള നമ്മുടെ റെസ്പോൺസ് ആണ്. നമ്മൾ ഒത്തിരി അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുക ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഈ ഓരോ വാക്യങ്ങളെ നമ്മൾ തെറ്റി. പിന്നെ മന്ദബുദ്ധിയായ കുഞ്ഞുണ്ട്, പിന്നെ ഈ വേറെ പല രോഗങ്ങളൊക്കെ ഉള്ള പിള്ളേരുണ്ട്, ഓട്ടിസം ബാധിച്ചവർ, അങ്ങനെ ഒക്കെയുള്ള പല വൈകല്യങ്ങളുള്ളവർ. അവർ ചിലപ്പം ലേറ്റ് ആകും. ലൈഫിൽ ഒരിക്കലും അമ്മയെ തിരിച്ചറിയാൻ പറ്റാതെ അതിനുള്ള സാധ്യതയില്ലാതെയൊക്കെ ലോകത്തുനിന്ന് മരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നത്. ഈ റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പ് വരുമ്പോൾ അമ്മയോടുണ്ടാകുന്ന ഒരു ആരാധനയുണ്ട്. ആ ആരാധന നമ്മൾ പോലീസുകാരനുണ്ടാകുന്ന ആരാധനയല്ല, ഒരു ബഹുമാനമല്ല. അങ്ങനത്തെ ബഹുമാനമല്ല. അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന, സ്നേഹവായ്പിൽ നിന്നുണ്ടാകുന്ന ഒരു അഡോറേഷനാണ് ഈ അമ്മയോടുണ്ടാകുന്നത്. ഇതാണ് ട്രിനിറ്റിയിലുള്ളത്. ആ അഡോറേഷൻ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നോക്കണം. അവിടെ യേശു എന്താ പറഞ്ഞത്? സത്യനമസ്കാരികൾ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരും. സത്യനമസ്കാരികൾ, കമോൺ, സത്യനമസ്കാരികൾ ആരെയാണ്? സത്യനമസ്കാരികൾ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, പിതാവിനെ, സത്യനമസ്കാരികൾ പിതാവിനെ, ദൈവത്തെയാണോ? ദൈവത്തെ ആരാധിക്കുകയാണോ? ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. ട്രൂ വർഷിപ്പേഴ്സ് വിൽ വർഷിപ്പ് ദ ഫാദർ. അത് റിലേഷൻഷിപ്പാണ്. പിതാവിനെയാണ് ആരാധിക്കേണ്ടത്, അല്ലാതെ ദൈവത്തെ അല്ല. അവൻ ദൈവമാണ്, പക്ഷെ ദൈവം എന്ന നിലയ്ക്കല്ല ആരാധിക്കുന്നത്. അപ്പോ നമ്മൾ ചിന്തിക്കുന്ന മതത്തിന്റെ ആരാധന, ഓ ദൈവമേ, അല്ല, നോ 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 നോ, അതാണ് റിലീജിയസ് സിസ്റ്റം. ആ റിലീജിയസ് സിസ്റ്റം അല്ല, അത് ട്രൂ വർഷിപ്പർ അല്ലത്. വർഷിപ്പൊക്കെ ട്രൂ ആയിരിക്കും, എല്ലാം ക്രമബദ്ധമായിട്ടും ചിട്ട അനുസരിച്ചുള്ളതും ഒക്കെ ആയിരിക്കും. ആരാധനയൊക്കെ വിറകൊക്കെ കറക്റ്റ് അടുക്കി വെച്ചു, ഇതൊക്കെ നോ 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 നോ. സത്യ നമസ്കാരത്തെ കുറിച്ചൊന്നുമല്ല. സത്യ നമസ്കാരികൾ, ട്രൂ വർഷിപ്പേഴ്സ്, ട്രൂ വർഷിപ്പേഴ്സ് എന്ത് ചെയ്യും? പിതാവിനെ ആരാധിക്കും. പിതാവിനെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? അതൊരു റിലേഷൻഷിപ്പാണ്.
കൊച്ചു പിള്ളേരുണ്ട് പിതാവിന്. ഈ പിള്ളേരെ സംബന്ധിച്ച് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, കാനഡയിലൊരു പാസ്റ്ററാണ്. അപ്പം ഞങ്ങൾ ഈ ഇപ്പോഴല്ല, കുറേ വർഷം മുമ്പാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ പിള്ളേരൊക്കെ വളർന്നൊക്കെ പോയി. പിള്ളേർ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ ഈ പിള്ളേരുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കൊച്ചുങ്ങൾക്ക് എൻ്റെ വലിയ കാര്യമാണ്. അപ്പം ഞാൻ പിള്ളേരെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും കരുത്തനായ വ്യക്തി, ഏറ്റവും വലിയ ആൾ അവരുടെ അപ്പനാന്നാണ് അവരുടെ ചിന്ത. അവരുടെ അപ്പൻ ചിലപ്പോൾ ഒന്നും അല്ലാത്ത ആളായിരിക്കും, പക്ഷേ എങ്കിലും അതാണ് പിതാവിനെ ആരാധിക്കുന്നത്. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞ, ആ പാസ്റ്റർ പറഞ്ഞ, അപ്പോൾ അദ്ദേഹത്തിന് കൊച്ചു സ്കൂളിൽ ചെന്ന് പറഞ്ഞു, മൈ ഡാഡ് ക്യാൻ ഫിക്സ് എനിത്തിങ് എന്ന് പറഞ്ഞു. കാരണം ഈ കൊച്ചിൻ്റെ ഒരു ടോയ് പൊട്ടിപ്പോയപ്പം അത് ഇയാൾ ഒട്ടിച്ചു കൊടുത്തു. ഒരു പാവയുടെ കാലൊടിഞ്ഞു പോയപ്പം ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. കൊച്ചിനങ്ങ് വലിയ ആരാധനയാണ് പിതാവിനോട്. എന്നിട്ട് സ്കൂളിൽ പോയി പറഞ്ഞു, മൈ ഡാഡ് ക്യാൻ ഫിക്സ് എനിത്തിങ്. അതാണ്. അപ്പം നമ്മൾ പ്രശംസിക്കുകയാണ്, ആ പിതാവിൽ പ്രശംസിക്കുകയാണ്, നമ്മൾ ഊറ്റം കൊള്ളുകയാണ്. അതൊരു റിലേഷൻഷിപ്പാണ്. അപ്പൊ യേശു പറയാണ്, സത്യനമസ്കാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയിച്ചു, അയ്യോ പിതാവിനെ എങ്ങനെ പിതാവിനെ ആരാധിക്കുകയാണ്. ആ റിലേഷൻഷിപ്പിലേക്ക് വരികയാണ്, ഫാമിലി മെമ്പർ ആകുകയാണ്. സത്യനമസ്കാരികൾ ദൈവമക്കളാകുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക, ദൈവമക്കളാകുകയാണ്. അവൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സത്വർത്തമാനം നമുക്കൊരു കോൺഷ്യസ് അവയർനെസ് ആയി മാറുമ്പോൾ നമ്മൾ പിതാവിനെ മുഖത്തോട് മുഖം കാണും. കാരണം പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. പിതാവിനെ നമുക്ക് വെളിപ്പെടുത്താം, അല്ലാതെ സ്റ്റോക്ക്ഹോം സിൻഡ്രോം അല്ല. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ ബന്ധികളാക്കിക്കൊണ്ടു പോകുന്ന ആളുകൾക്ക്, ബന്ധിയാക്കിയ വ്യക്തിയോടുണ്ടാകുന്ന ഒരു തരം ആരാധനയുണ്ട്, ഒരു മാനസിക രോഗം. അത് ഇപ്പൊ കേരളത്തിലുള്ള ആളുകളെല്ലാം വീട്ടിലിരുത്തി പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു, പുറത്തിറങ്ങിയാൽ പുറത്തിന് അടി കൊടുക്കുക. അപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്കെല്ലാം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളോട്, ഒരു മുഖ്യമന്ത്രിയോട് ഭയങ്കര ഒരു ആരാധന ഉണ്ട്. അത് മാനസിക രോഗമാണ്, സ്റ്റോക്ക്ഹോം സിൻഡ്രോമാണ്. ഇതൊന്നല്ല ദൈവത്തോട് വേണ്ടത്. ഇപ്പം ഈ റോങ് ആയിട്ടുള്ള പ്രസംഗം ഇങ്ങനെ പറയുകയാണ്, ദൈവം എന്ത് ചെയ്യും, കലശം പൊട്ടിക്കും, ഭൂമിയെ വിളിക്കും, ഭൂമി കിടുകിട കീറുന്നു, ഭൂമി പടപട പൊട്ടുന്നു, അത് കാവൽ മാടം പോലെ ആടുന്നു, അത് ഉടനെ വീഴും, പർവ്വതങ്ങൾ പുകയുന്നു, തീ കത്തുന്നു, ശവങ്ങൾ വഴിയിൽ ചിതറിക്കിടക്കുന്നു, തലയോട്ടികൾ ഇളിച്ചു കാണിക്കുന്നു, യസ്തികളിൽ ബന്ധം വിട്ടു കിടക്കുന്നു, അടക്കാൻ പോലും ആളില്ല, ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളിൽ ഒരു ഭയം ഉണ്ടാക്കിയിട്ട്, ആരാധിക്കുവീൻ, അവൻ ഭയങ്കരനാകുന്നു, അവൻ വരുന്നു, അവൻ ഇതാ വരുന്നു. പണ്ട് സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ പള്ളി പ്രസംഗിക്കാൻ ചെന്നിട്ട് ഫ്രണ്ടിൽ ഇരുന്ന് ഈ അമ്മച്ചി ഈ ലെക്ചാനെ പിടിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവന്റെ ഈ കാറ്റടിച്ചപ്പോ ഈ പ്രസംഗക്കുറിപ്പ് പറന്നുപോയി. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ കറങ്ങുന്ന ഫാൻ ഉണ്ടല്ലോ, സ്റ്റാൻഡിങ് ഫാൻ, അതിങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവന്റെ ചെറിയൊരു കുറിപ്പാണ്, ഇതങ്ങ് പറന്നുപോയി. പിന്നെ ഇവന് ബാക്കി പ്രസംഗിക്കാൻ അറിയത്തില്ല. ഇവനങ്ങ് വെപ്രാളായി. ഇതാ ഞാൻ വേഗം വരുന്നു. 2-3 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും ഇവന്റെ ബോധം പോയി. കാരണം കുറിപ്പില്ലാതെ ബാക്കിയാണ് പറയുന്നത്. അപ്പൊ ഇവനും ഈ ലെക്ടേണും ഈ പ്രസംഗപീഠമായിട്ട് മുന്നോട്ട് താഴോട്ട് വീണു. അപ്പൊ ഫ്രണ്ടിലൊരു അമ്മച്ചി ഇരിപ്പുണ്ടായിരുന്നു. അമ്മച്ചിയുടെ കാലെ കഷ്ടിച്ചാ വീണ്, കാലൊടിയാതെ രക്ഷപ്പെട്ടു അമ്മച്ചി. എല്ലാവരും അമ്മച്ചി ചാടി വലിച്ചു മാറ്റി. എന്നാൽ അമ്മച്ചി പറഞ്ഞു, ആ കൊച്ചന്റെ കുറ്റമല്ല, അവൻ 2-3 പ്രാവശ്യം പറഞ്ഞാ ഞാൻ വരുന്നു, ഞാനാ മാറാഞ്ഞെന്ന് പറഞ്ഞു. കാരണം ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാവും വന്നത്. അപ്പൊ ആ തരത്തിലാണ്. ഇങ്ങനെ ആളുകളെ പറഞ്ഞെല്ലാം പേടിപ്പിച്ച് ദൈവത്തോട് കൊണ്ടോ ആരാധിച്ചിട്ട് നോ, അങ്ങനത്തെ കാര്യങ്ങൾ ദൈവം നോക്കുന്നു പോലുമില്ല. ദൈവത്തിന് സങ്കടമാണത്. കാരണം ദൈവത്തിന് നല്ല ഒന്നാന്തരം, ദൈവത്തിന് വർഷിപ്പ് ആവശ്യമില്ല. കാരണം ട്രിനിറ്റിക്കകത്ത് തന്നെ സെൽഫ് സഫിഷ്യന്റ് ആണ്. പിന്നെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഗോഡ് നെവർ സീക്ക് വർഷിപ്പ്. വർഷിപ്പറെയാണ് നോക്കുന്നത്. എന്തിനാ വർഷിപ്പറെ നോക്കുന്നത്? ടു ബ്ലസ് യു, ടു
ടു ബ്ലസ് യു. ബ്ലസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ ബ്ലസ് യു എന്നാണ്. അപ്പം ബ്ലസ് ദ ലോർഡ് ഓ മൈ ഗോഡ് പാട്ട് കേട്ടിട്ടില്ലേ? ബ്ലസ് ദ ലോർഡ് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുഗ്രഹിക്കാനാണോ? നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് ആ പാട്ട് കേൾക്കുമ്പോൾ? ബ്ലസ് ദ ലോർഡ് ഓ മൈ ഗോഡ് ഓ മൈ. ബ്ലസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ. അപ്പം സെയിം വാക്കാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ. ഗോഡ് ബ്ലസ്ഡ് ദം. അത് അഡോറേഷനാണ്. അത് സാധാരണ ആളുകൾക്ക് മനസ്സിലാകാത്തൊരു റിലേഷൻഷിപ്പാണ്. ആ അഡോറേഷനിലേക്ക് നമ്മൾ ചെല്ലണം എന്നാണ് ഈ യേശു കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് സത്യ നമസ്കാരികളെ പിതാവ് അന്വേഷിക്കുന്നു. അപ്പൊ ആ അഡോറേഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ ദൈവം ഭയങ്കരനും ഉന്നതനും അങ്ങ് പൊക്കത്തിരിക്കുന്ന ആളുമാണ്, നമ്മൾ താഴെ നിൽക്കുന്ന തട്ടുംപുറത്തിരിക്കുന്ന കർത്താവ് സ്തോത്രം, അങ്ങനെയൊന്നും. സ്നേഹാശ്ചര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവുകയാണ്, സ്നേഹാശ്ചര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് ഈ പാട്ടിങ്ങനെ നമുക്ക് കേൾക്കാം. അടുത്ത വരി ശ്രദ്ധിക്കുക. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ. കണ്ടോ? എന്നെ മയക്കി നിൻ നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ. ഈ അഡോറേഷനാണ്, ട്രൂ വർഷിപ്പാണ്. ട്രൂ വർഷിപ്പർ പാടുകയാണ്. സുറിയാനി സഭയുടെ അഭിമാനമാണ് ഈ ഗീതം. നിങ്ങൾ കേക്ക്. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ. നിൻ സ്തുതി ദൈവസുതാ പാടാൻ സ്വരമിവനില്ലൊന്നും. പിതൃബലമായി നിന്നെ കണ്ടേൻ മേലിൽ കള്ളന്മാർ തൻ ഇടയിലുമാഴത്തിൽ നിക്ഷയമരിച്ചോർ മധ്യേ സ്വർഗം നിൻ പീഠം. ഈറയർ മേലും നരർ കീഴും നാഥനായി സ്തോത്രം. ഹല്ലേലൂയ. അട്ടഹസിക്കുന്നു. ഞങ്ങൾ തൻ മൃതരെ നീയോ തേകിടാശ്വാസം ചാർത്തി സ്നാനേ മദ്ബഹായിൽ നിന്നെയുൾക്കൊണ്ടോ. നിൻ ശുദ്ധ ശരീരത്തെ ഭക്ഷിച്ചു നിന്റെ സാപാനം ചെയ്തോ. അപരാഹത്തോടു നിൻ രാജ്യ ആനന്ദിച്ചാർത്തും. നിൻ വലമായി നിന്നും നിന്നെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നൽകിടാശ്വാസം. കണ്ട, ആ സ്നേഹാശ്ചര്യമാണ്. എത്ര കൃത്യമായിട്ടാണ് അതിലത് വരച്ച് കാണിക്കുന്നത്. അഡോറേഷൻ. ആ റിലേഷൻഷിപ്പിലേക്ക് കിടക്കുമ്പോഴാണ് ആ അഡോറേഷൻ വരുന്നത്. ആ റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുക. അതാണ് യേശു കർത്താവ് യോഹന്നാനെ കുറിച്ച് പറയുകയാണ്. ആരായിരുന്നു യോഹന്നാൻ? പ്രവാചകനിലും മികച്ചവൻ. നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിൽ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യർ കൊട്ടാരങ്ങളിലല്ലയോ പാർക്കുന്നത്? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അതോ പ്രവാചകനെയോ? ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠൻ.
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പൊ ഈ ഹോളി സ്പിരിറ്റ് വരുന്ന എന്തിനാണ്? നമ്മളിൽ അഡോറേഷൻ ഉണർത്താനാണ്. അപ്പൊ റിഫ്ലക്ഷൻ ഓഫ് ട്രിനിറ്റി, അതാണ് മനുഷ്യനിലേക്ക് വരുന്നത്. നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതാണ്. നമ്മൾ എപ്പോഴും കാണുന്ന എന്താണ്? റിന്യൂഡ് ആൻഡ് അൺറിന്യൂഡ് ആണ്. അപ്പൊ റിന്യൂഡ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും മറ്റൊരാളിലെ നന്മ കാണാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് സെന്റ് അഗസ്റ്റിൻ വളരെ വിശദമായിട്ട് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമായിരുന്നു. സെന്റ് അഗസ്റ്റിൻ പറയും, എപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നന്മ കാണണം. അതാണ് ദൈവികമായ കാര്യം. പ്രശംസിക്കാൻ എന്തെങ്കിലും കണ്ടെത്തണം. നമ്മൾ ഒരാളെ കാണുമ്പോൾ ഇന്ന് അവനെ എന്ത് പറഞ്ഞ് കളിയാക്കണം, ടീസ് ചെയ്യണം, അവനെ താഴ്ത്തി കെട്ടണം, ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് അവൻ്റെ കൂട്ടം കൂടുമ്പോഴാണ് നമ്മൾ കളിയാക്കും, ഇടിച്ചു താഴ്ത്തും, മനസ്സ് തകർക്കും. പക്ഷെ എത്ര പ്രതികൂല കാലാവസ്ഥയിലും, എത്ര പ്രതിസന്ധി ആണെങ്കിലും, എത്ര എതിർപ്പാണെങ്കിലും, എത്ര നിരാശയാണെങ്കിലും, എൻകറേജിങ് വേർഡ്സ് വന്നു കഴിഞ്ഞാൽ ആളുകൾ വർക്ക് ചെയ്യും. ഇപ്പോൾ കൊറോണ ആണെങ്കിലും, കൊറോണയുടെ വാർഡിലാണെങ്കിലും എൻകറേജിങ് ഉണ്ടെങ്കിൽ അത് ഈ ദൈവികമായിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഇന്ന് പല മാനേജ്മെന്റ് തത്വങ്ങളിലും പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെ വെച്ചാണ് അനേക മാനേജ്മെന്റ് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. ഞാൻ കുറേ മാനേജ്മെന്റ് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രിൻസിപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. മോർ പ്രൊഡക്റ്റീവ് ആക്കുവാൻ. അപ്പം നമുക്ക് ഉണർവുണ്ടാക്കുന്ന വാക്കുകൾ, ഉത്തേജിപ്പിക്കുന്ന വാക്കുകൾ, ശക്തിപ്പെടുത്തുന്ന വാക്കുകൾ, അവരിലെ നന്മയെ കണ്ടെത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരിലെ നന്മയെ കണ്ടെത്തുക. ചില സമയത്ത് ആരും കാണത്തില്ല നന്മയെ കണ്ടെത്തുവാനും നമ്മളെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയാനും. ആരും കാണത്തില്ല. സിക്ലാഗ് തീ വെച്ച് ചുട്ട് നശിപ്പിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും അവർ പിടിച്ചുകൊണ്ട് പോയി. നഗരം കൊള്ളയടിച്ചു. നഗരം ചണ്ടി കൂമ്പാരമാണ്. ദാവീദും കൂട്ടാളികളും തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച അതാണ്. തങ്ങളുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും തടവുകാരായി കൊണ്ടുപോയി. നഗരം കൊള്ളയടിച്ചു, ചുട്ട് ചാമ്പലായി. കൂടെയുള്ളവർ പറഞ്ഞു, നീ ഒറ്റയൊരുത്തനാണ് ഇതിൻ്റെ എല്ലാം കാരണം. ആരും ഒരു നല്ല വാക്ക് പറയാനില്ല. എല്ലാവരും തള്ളിപ്പറഞ്ഞു. അവിടെ ഒരു വാക്യമുണ്ട്, ഡേവിഡ് വാട്ട് ഹീ ഡിഡ്. ദാവീദിനെ കുറിച്ച് പിന്നീട് ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യനാണ് ദാവീദ്. കാരണം ഡേവിഡ് എൻകറേജ്ഡ് ഹിംസെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നോബഡി എൽസ് വാസ് ദെയർ ടു എൻകറേജ് ഡേവിഡ്. ഒരു നല്ല വാക്ക് പറയാൻ വേറൊരാളുമില്ല. അപ്പോൾ ദാവീദ് പറയാം, ഹി എൻകറേജ്ഡ് ഹിംസെൽഫ്. അവനെ തന്നെ എന്ത് ചെയ്തു? ഉത്സാഹിപ്പിച്ചു. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്ന എന്തിന്? എഴുന്നേക്കടാ. പരിശുദ്ധ അമ്മ പറയാണ്, കന്യകയായ കൗമാരക്കാരി അവളോട് വന്നിട്ട് പറയാണ്, എത്ര കർക്കശ സ്വഭാവമുള്ള ഒരു മതസംവിധാനം, ഒരു സമൂഹമാണ് യഹൂദന്മാർ. 20-ാം നൂറ്റാണ്ട് ഇറാനിലെ മുസ്ലിം സമൂഹത്തെ നിങ്ങൾ നോക്ക്. അതിനേക്കാൾ അവർ 2000 വർഷം പുറകോട്ട് പോകണം. അന്നത്തെ യഹൂദ സമുദായം, വിവാഹബന്ധത്തിന് പുറത്ത് നീ ഗർഭിണിയാകാൻ പോവുക. കൗമാരക്കാരിയായ കന്യക, ആരുണ്ട് അവളുടെ കൂടെ നിൽക്കാൻ? ആരുണ്ട് അവളെ ആശ്വസിപ്പിക്കുവാൻ? ആരുണ്ട് അവളെ ഉൾക്കൊള്ളാൻ? ആരുണ്ട് അവളെ മനസ്സിലാക്കുവാൻ? ആരുണ്ട് അവളെ ഏറ്റെടുക്കുവാൻ? ആരുണ്ട് ഒരു സപ്പോർട്ട് കൊടുക്കുവാൻ? ആ അൺസർട്ടനിറ്റിയിൽ പരിശുദ്ധ അമ്മ പറയുകയാണ്, കണ്ടാലും ഞാൻ എത്ര ഭാഗ്യവതിയാണ്. കണ്ടോ, ആ നെഗറ്റീവിനകത്തുള്ള പോസിറ്റീവിനെ കാണുക. കണ്ടാലും ഞാൻ എത്ര ഭാഗ്യവതിയാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന തകർച്ചകൾ, മുറിവുകൾ, എതിർപ്പുകൾ, ഇല്ലായ്മകൾ, നിങ്ങൾക്ക് എന്തെല്ലാം നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടെങ്കിലും അതിനെല്ലാം അപ്പുറത്ത് ഈ പിതാവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം? പുകഴണം. ഇപ്പൊ സ്വർഗവുമായിട്ടുള്ള ഈ ഇറ്റേണൽ റിലേഷൻഷിപ്പിൽ പരിശുദ്ധ അമ്മ പുകഴുകയാണ്. കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അവിടെയൊന്നും ആരും വാഴ്ത്തുന്നൊന്നുമില്ല.
തരം കിട്ടിയ കല്ലെടുത്തെറിയും, ന്യൂസ് അറിഞ്ഞാൽ കൊന്നുകളയും. വാഴ്ത്താനൊന്നും ആരും അവിടെ ഇല്ല. പക്ഷെ പറയുക, കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. പ്രത്യാശയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. നമ്മളിന്ന് പറഞ്ഞ കൃപയാണെന്ന് പറയുന്നത്. കൃപ, നമുക്ക് കൃപ കിട്ടി. പക്ഷെ കൃപ നിലനിൽക്കുന്നൊന്നുമില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം വരികയാണ്. വിശ്വാസം വരുമ്പോൾ എന്താണ്? വിശ്വാസം വരുമ്പോൾ നമ്മൾ ദൈവ മകനാണ്, ദൈവ മകളാണെന്ന് തിരിച്ചറിയുകയാണ്. അതാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ പ്രത്യാശ നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല. അടുത്ത എന്താണ്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ഇരിക്കും. അപ്പൊ ഈ വിശ്വാസത്തിലേക്ക്, ഈ പ്രത്യാശയിലേക്ക് നമ്മെ നയിച്ചത് എന്താണ്? സ്നേഹമാണ്. വിശ്വാസം നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തുന്നു. പ്രത്യാശ നാം ക്രിസ്തുവിനെ പോലെ ആകാൻ നമ്മെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ഇതിനെല്ലാം ഉപരി ഈ സ്നേഹമാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? ക്യാരി ചെയ്തിരിക്കുന്നത്. അപ്പം അവൻ നമ്മളിലാണെന്ന് തിരിച്ചറിയുമ്പോൾ വിശ്വാസം, നമ്മൾ അവനെ പോലെ ആകുമെന്നുള്ളത് പ്രത്യാശ. എന്നാൽ നമ്മൾ അവനിലായത് സ്നേഹം. നോട്ട് ബിക്കോസ് ഓഫ് യു, നോട്ട് ബിക്കോസ് ഓഫ് മീ. ഞാൻ നിമിത്തമല്ല, നീ നിമിത്തമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പൊ സ്നേഹമാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? എൻകംപാസ് ചെയ്തിരിക്കുന്നത്, നമ്മളെ വലയം ചെയ്തിരിക്കുന്നത്, നമ്മെ ക്യാരി ചെയ്യുന്നത് സ്നേഹമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പൊ സ്നേഹമാണ് നമ്മെ വലയം ചെയ്തിരിക്കുന്നത്. സ്നേഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൃപ എന്ന് പറയുമ്പോഴൊക്കെ ഈ ന്യായപ്രമാണം ഉള്ളതുകൊണ്ടായി കൃപ വേണ്ടി വരുന്നത്. ന്യായപ്രമാണം ഇല്ലാതെയാകുമ്പോൾ കൃപ. അപ്പൊ ന്യായപ്രമാണ നിമിത്തമുള്ള ശിക്ഷയും ക്രോധവും എല്ലാം കൃപ വന്ന് ഇത് ക്യാൻസൽ ആയിപ്പോയി. മനസ്സിലായോ? സ്കഡ് മിസൈലാണ് ന്യായപ്രമാണം. ദേ വരുന്നു സ്കഡ് മിസൈൽ, ന്യായപ്രമാണം. പേട്രിയറ്റ് ആണ് കൃപ. കണ്ടോ? പോയി. ഇപ്പൊ ന്യായപ്രമാണവും പോയി, കൃപയും പോയി. ഇപ്പൊ എന്തുള്ളൂ? സ്നേഹം മാത്രമേ. അത് നിലനിൽക്കുന്നു. സ്നേഹത്തിൽ വസിപ്പി. ബിബ്ലിക്കൽ ട്രൂത്ത് ഇതാണ്. പക്ഷെ ഇതൊരു പാർഷ്യലായിട്ട് വായിച്ചിട്ട് ആളുകൾ തെറ്റായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഈ പരിശുദ്ധ അമ്മ പറയാണ്, കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കണ്ടോ? തലമുറകൾ കിട്ടാൻ പോവാണ്. ആ എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഇതാണ് ആ ട്രൂ ഇമേജ് ഓഫ് ഗോഡ്. ട്രൂ ഇമേജ് ഓഫ് ഗോഡ് ഏതാണ്? ട്രൂ ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു, പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു, പരിശുദ്ധ റൂഹ പിതാവിലും പുത്രനിലും സന്തോഷിക്കുന്നു, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു, പുത്രനിൽ നിന്ന് എടുക്കുന്നു, നമുക്ക് അറിയിച്ചു തരുന്നു, നമ്മെ കണക്ട് ചെയ്യിക്കുകയാണ്. അപ്പൊ ഈ അഡോറേഷനാണ്. ഈ അഡോറേഷൻ ദൈവപ്രസവിത്രീ ധന്യേ കന്യകയെ ആയാർ മുഴുവനിലും സുഖപരിമളധൂപം മറിയാമിൻ സ്മരണം വരദായകമാകാൻ അവൾ തൻ പ്രാർത്ഥനകൾ ആത്മാവിനു കോട്ട. ഇപ്പൊ ഇനി നിങ്ങൾ പറ, അത് പാടുമ്പോ ദൈവം സന്തോഷിക്കുവോ? ദൈവം പിണങ്ങുവോ? ദൈവപ്രസവിത്രീ ധന്യേ കന്യകയെ ആയ ഇത് പാടുമ്പോ ഗോഡ് ഡിലൈറ്റ്സ് ഇൻ us. കാരണം നമ്മൾ ആ ദൈവീകതയിലേക്ക് വരികയാണ്, മ്യൂച്വൽ അഡോറേഷനിലേക്ക് വരികയാണ്. നമ്മളെ എല്ലാവരെയും പ്രശംസിക്കാൻ തക്കകളിലും ദൈവം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഹസ്ബൻഡിൽ നിനക്ക് കണ്ട് രസിക്കുവാനും അവനെ ബഹുമാനിക്കുവാനും ഒക്കെയുള്ളൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫാക്ടറുണ്ട്. ആ ഫാക്ടർ കണ്ടെത്തുമ്പോൾ നീ വിജയിച്ചു. നിന്റെ ഭാര്യയിൽ ഒരു ഫാക്ടറുണ്ട്. നീ കണ്ട അവളെ ഇവളുടെയൊക്കെ ഫാക്ടർ നോക്കാം, നിന്റെ ഭാര്യക്കകത്തൊരു ഫാക്ടറുണ്ട്, അത് കണ്ടെത്തും. ഇതൊക്കെ ഇപ്പൊ മാലാഖമാരെ ഗണം ഗണമായിട്ട് തിരിച്ചിരിക്കുക.
റീശേ മാലാഖമാരെ ബഹുമാനിക്കുവാനുള്ള ഒരു കാരണം ഈറേന്മാർക്കുണ്ട്. മോറേവാസന്മാരെ ബഹുമാനിക്കാനുള്ള ഒരു കാരണം റീശേ മാലാഖമാർക്കുണ്ട്. അഡോറേഷൻ മ്യൂച്വലാണ്. അഡോറേഷൻ മ്യൂച്വൽ അഡോറേഷനാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗീയ ഊർഷ്ലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ, മാലാഖമാർ, പ്രധാന മാലാഖമാർ, ഈശേർലോസേന്മാർ, സുൽത്തോനിന്മാർ, മൗത്തുവേന്മാർ, മോറാവോസേന്മാർ, ഹൈലേന്മാർ, അനേകം കണ്ണുകളുള്ള ക്രൂവേന്മാർ, കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞെന്ന് കാദീഷ് പാടുന്ന 6 ചിറകുള്ള ശ്രോപ്പേന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസാകിൻ പിന്നെ ഹെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തിന്റെ ആ സ്നേഹത്തിലേക്ക്, ആ വലിയൊരു മ്യൂച്വൽ അഡോറേഷനിലേക്കാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ആ ഒരു തലത്തിലാണ് ഇരിക്കുന്നത്. ആ ഒരു തലത്തിൽ അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മളെ എൻകറേജ് ചെയ്യുന്ന, അപ്പം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റാളുകളെ ഉത്സാഹിപ്പിക്കുക, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി മറ്റുള്ളവരെന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഒരു നന്മ ആളുകളുടെ പറയുക. ഇതൊക്കെയാണ് നമ്മളിലുള്ള ദൈവിക സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത്. അതാണ് ട്രിനിറ്റി, ദ റിഫ്ലക്ഷൻ ഓഫ് ട്രിനിറ്റി. ട്രിനിറ്റിയുടെ പ്രതിഫലനം, നമ്മുടെ അനുദിന ജീവിതത്തിലെ ട്രിനിറ്റിയുടെ പ്രതിഫലനം. അപ്പം ആ ട്രിനിറ്റിയുടെ പ്രതിഫലനം വന്നു കഴിയുമ്പോഴാണ്, അതുകൊണ്ടാണ് ചർച്ച് വിശുദ്ധന്മാരെ, പരിശുദ്ധ അമ്മയെ, സഹതന്മാരെ ഒക്കെ അനുസ്മരിക്കുകയും അവരുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ, നിനക്ക് ദൈവികമായ ഈ ശുശ്രൂഷയുടെ സമയത്തും നിന്റെ പെരുന്നാൾ കൊണ്ടാടപ്പെടുന്ന ഈ സമയത്തും എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥന സെതറായൊക്കെ തീരുന്ന സമയത്ത് കേട്ടില്ലേ, സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുസിന്റെ ദിവസങ്ങളിൽ മുഴുവനും. ഇത് ഈ രീതി പറയുമ്പം ഇതൊക്കെ അന്യദൈവ ആരാധനയാണ്, ഇത് അന്യാരാധനയാണ്, ഇത് പിശാചാണ്, ഇത് വിഗ്രഹമാണ്, അത് കുഴപ്പമാണ്, ഇത് കുഴപ്പമാണ്. കാരണം അവരൊരിക്കലും ഈ റിലേഷൻഷിപ്പിലല്ല നിൽക്കുന്നത്. അവർ മറ്റേതൊരു ദൈവത്തെ, ഗോത്ര ദൈവത്തെയാണ്, പ്രാദേശിക മൂർത്തിയെയാണ് അവർ ആരാധിക്കുന്നത്. ലോക്കൽ ഡീറ്റി, പ്രാദേശിക മൂർത്തികളെയാണ് പെന്റക്കോസ്തുകാർക്ക് ആരാധിക്കുന്നത്. അതുകൊണ്ട് പെന്റക്കോസ്തൽ ദുരുപദേശങ്ങളിൽ പെട്ട് വലഞ്ഞ് സുറിയാനി സഭയുടെ സത്യ ഉപദേശങ്ങളിൽ നിന്ന് വിട്ടുപോയവർ അതിലേക്ക് മടങ്ങി വരണം. ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ, ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പ്, ട്രിനിറ്റേറിയൻ തിയോളജി, അതാണ് നമ്മുടെ സഭയുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനെ കാണാൻ പറ്റുന്നത്. എല്ലാത്തിനെയും ഉൾപ്പെടുത്തി, എല്ലാത്തിനെയും യൂണിയനിലേക്ക് വരിക. അതുകൊണ്ട് ഒരിക്കലും വിശുദ്ധന്മാരെ അനുസ്മരിക്കുന്നതോ പരിശുദ്ധ അമ്മയെ പുകഴ്ത്തുന്നതോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നതോ ഒന്നും തെറ്റല്ല എന്ന് മാത്രമല്ല, അത് വളരെ നമുക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് വർഷത്തിൽ പല പെരുന്നാളുകൾ വെച്ചിരിക്കുന്നത്. വിത്തുകളെ പ്രതിയുള്ളതും വചനപ്പിനെ പ്രതിയുള്ളതും ഇങ്ങനെ പല പെരുന്നാളുകൾ വെച്ചിരിക്കുന്നു. അത് നമുക്ക് ന്യായവും യുക്തവും ആകും. സഹതന്മാരെ ബഹുമാനിക്കുന്നത്, ഗീവറി സഹതായുടെ ഓർമ്മയാണ് ഈ ആഴ്ച മുഴുവൻ. നിന്നെ വരിച്ചൊരു താതന്നും മോർഗീവറുഗീസ്, കണ്ട, അത് റിലേഷൻഷിപ്പിലാണ് പോകുന്നത്. നിന്നെ വരിച്ചൊരു താതനും, അപ്പൊ പിതാവായ ദൈവം ആദ്യം പറയാണ് റിലേഷൻഷിപ്പ്. ട്രിനിറ്റിയുമായിട്ട് ഈ സഹതായിക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പിനെയാണ് പ്രൈസ് ചെയ്യുന്നത്. നിന്നെ വരിച്ചൊരു താതന്നും മോർഗീവറുഗീസ്, നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മുടിച്ചൂടിയിടുന്ന റുഹാവന്യൻ, നിൻ പ്രാർത്ഥന തുണയേ കേട്ടെ ഞങ്ങൾക്കെന്നും. അത്ര ബ്യൂട്ടിഫുള്ളാണ്.
ആ ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വിശുദ്ധന്മാർ. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർഗീ വറുഗീസ്. പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ ശബ്ദത്തെ. ഇത് നമ്മളിങ്ങനെ ധൂപപ്രാർത്ഥന നടത്തുമ്പോഴും സ്വർഗം അതിൽ സന്തോഷിക്കുകയാണ്. കാരണം ചർച്ചിൽ ട്രിനിറ്റേറിയൻ റിഫ്ലക്ഷൻ ഉണ്ടാകുകയാണ്. മനസ്സിലായി? അതായത് ഈ വിശുദ്ധന്മാരെയും ഈ സഹോദരന്മാരെയും പരിശുദ്ധ അമ്മയും എല്ലാം അനുസ്മരിച്ചുകൊണ്ടുള്ള ആ ധൂപപ്രാർത്ഥന കൂടെ വരുമ്പോഴേക്കാണ് റിഫ്ലക്ഷൻ ഓഫ് ട്രിനിറ്റി ചർച്ചിൽ അങ്ങ് കൂടുതൽ പ്രബലപ്പെടുന്നത്. ഞാനതുകൊണ്ട് പല പ്രാവശ്യം പറഞ്ഞു, ധൂപപ്രാർത്ഥനയുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ പല പള്ളികളിലും ഈ ധൂപപ്രാർത്ഥന ഇപ്പോൾ അലക്ഷ്യമായിട്ടുണ്ട്. അത് പറയുന്നതിലൊക്കെ വേദനയുണ്ട്. കാരണം പലയിടത്തും ധൂപമില്ലെന്നുള്ള വലിയ ഇറ്റ്സ് എ ഫാക്ടർ. അത് ചുമ്മാ സിംബോളിക് ഒന്നുമല്ല. ധൂപം നല്ലപോലെ നിറയ്ക്കണം. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ധൂപം നല്ലപോലെ നിറച്ച് ധൂപപ്രാർത്ഥന നടത്തുന്നുണ്ടല്ലോ, അത് റിഫ്ലക്ഷൻ ഓഫ് ട്രിനിറ്റിയാണ്. ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പിലെ മ്യൂച്വൽ അഡോറേഷനാണ് ചർച്ചിലേക്ക് ഇറങ്ങി വരുന്നത്. ആദാമിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് അവന്റെ മുഖത്തേക്ക് ആ ദൈവം നോക്കിയില്ലേ? അതുപോലെ ആ സമയത്താണ് ട്രിനിറ്റി നമ്മെ നോക്കുകയാണ് മുഖാമുഖമായത്. പ്രോസോപ്പോൺ, പിതാവിന്റെ മടിയിൽ ഇരുന്ന ഏകജാതനായ പുത്രൻ അവനെ നമുക്ക് വെളിപ്പെടുത്തി. ആ റിലേഷൻഷിപ്പിനെയാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. നമ്മൾ ആ റിലേഷൻഷിപ്പിലേക്കാണ് പ്രവേശിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you. Thank you. മുറിവുകളിൽ നീട്ടേൻ മൂറോൻ മണമൻ നാഥ നിന്നതരങ്ങളവോ പട്ടിന്നൂലോടു തുള്ളു കാൺമാൻ വന്നു എന്നെ ഭടർച്ചൂറ്റി ഗോകുൽ തായി അവരെ വിട്ടോടി നിന്മാർവു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം ഹാലേലൂയ അട്ടഹസിക്കും നീ. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ നിൻ സ്തുതി ദൈവസുതാ പാടാൻ സ്വരമിവനില്ലൊന്നും പിതൃബലമായി നിന്നെ കണ്ടേന്മേ. നിങ്ങൾ എത്ര പേര് മയങ്ങി? നിങ്ങൾക്ക് ഹൃദയപൂർവ്വം പറയാൻ പറ്റും, എന്നെ മയക്കി നിൻ സൗന്ദര്യ ആശ്ചര്യങ്ങൾ. അവിടെയാണ് അഡോറേഷൻ. എന്നെ മയക്കി നിൻ സൗന്ദര്യ ആശ്ചര്യങ്ങൾ. ആ റിലേഷൻഷിപ്പാണ്. എന്നെ മയക്കി നിൻ സൗന്ദര്യാശ്ചര്യങ്ങൾ നിൻ സ്തുതി ദൈവസുതാ പാടാൻ സ്വരമിവനില്ലൊന്നും പിതൃബലമായി നിന്നെ കണ്ടേന്മേലിൽ കള്ളന്മാർത്തൻ ഇടയിലുമാഴത്തിൽ നിക്ഷയമരിച്ചോർ മധ്യേ സ്വർഗം നിൻ
ഇടയർ മേലും നരർ കീഴും നാഥനായി സ്തോത്രം. ഹാലേലുയ്യ അട്ടഹസിക്കുന്നു. ഞങ്ങൾ തൻ മൃതരെ നീയോ തേകിടാശ്വാസം. അടുത്ത നിങ്ങൾ കേട്ടോ, ഞങ്ങളുടെ മൃതരെ ഓർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പരേതിന് പോയിരിക്കുന്ന ആ സ്ഥലത്ത് ആക്സസ് ഉള്ള ആളാണ് നമ്മുടെ കർത്താവ്. നമ്മൾ ഈ പഴയ കാലത്തൊക്കെ ഗൾഫിൽ പോകുമ്പോഴേക്കും എവിടെ മോനെ, സൗദിയിലാ, ഞങ്ങളുടെ ജോസൂട്ടിയുടെ അടുത്തെങ്ങാണോ, ചില അമ്മച്ചിമാരൊക്കെ ചോദിക്കും. ഞാൻ ഈ കേട്ടിട്ടുണ്ട് അങ്ങനെ. ഇപ്പം അമ്മച്ചിയെ സംബന്ധിച്ച് മകൻ സൗദിയിലാണെന്നേ അറിയത്തുള്ളൂ, അത് ജിദ്ദയിലാണോ അതൊന്നും അറിയത്തൊന്നുമില്ല. റിയാദിലാണോ ജിദ്ദയിലാണോ ഇതൊന്നും. അമേരിക്കയിലാണെന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു കവല പോലെയാണ്. പക്ഷെ ചോദിക്കുകയാണ് അവിടെ അങ്ങാണോ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിന്ന് വരുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, കണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷമാണ്. പക്ഷെ ഇവിടെ പാട്ടുകാരൻ പറയാണ്, ഞങ്ങളുടെ പരേതരെ മുഴുവൻ, ഞങ്ങളുടെ മൃതരെ, ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയവരെ മുഴുവൻ ആശ്വസിപ്പിക്കുകയും അവരെ വഹിക്കുകയും അവരെ വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവം. നമുക്ക് പുകഴാൻ എന്തുമാത്രം കാര്യങ്ങളാണ്. ആ റിലേഷൻഷിപ്പിലാണ് ഈ വർഷിപ്പ് മുഴുവൻ പോണത്. ഇത് വർഷിപ്പ് പറഞ്ഞാൽ അത് ട്രൂ വർഷിപ്പറുടെ നിശ്വാസമാണ്. അതാണ് ആരാധന. അല്ലാതെ ദൈവം ഭയങ്കരനാണ്, ദൈവം ശിക്ഷിക്കും, കർത്താവ് എന്നെ ശിക്ഷിക്കരുത്, നോ. ഔട്ട് ഓഫ് റിലേഷൻഷിപ്പ്. ഞങ്ങൾ തൻ മൃതരെ നീയോ തേകിടാശ്വാസം. ചാർത്തി സ്നാനേ മദ്ബഹായിൽ നിന്നെയുൾക്കൊണ്ടോ നിൻ ശുദ്ധ ശരീരത്തെ ഭക്ഷിച്ചു നിന്റെ സാപാനം ചെയ്തോ. അപരാഹത്തോടു നിൻ രാജ്യ ആനന്ദിച്ചാർത്തും നിൻവലമായി നിന്നും നിന്നെ സ്തോത്രം ചെയ്യണം. ഹാലേലുയ്യ നൽകിടാശ്വാസം.